ഹേ ഗൈസ്, മെയ് 22 എന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. ആരും സൂക്ഷിച്ചു നോക്കണ്ട, ഇത് അവർ തന്നെയാണ്. ഈ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അത് കളറാക്കാൻ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. അപ്പോൾ പരിപാടി വേറൊന്നുമല്ല, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. സംഗതി ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം ആ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വക ഒരു മാർഗ്ഗം കളി തന്നെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കഴിച്ചതിന് ശേഷം ഇനി ആർക്ക് കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് മക്കളായിട്ട് 2 ജന്തുക്കളുള്ള കാര്യം അവർ ഓർത്തത്. പിന്നെ ഓരോരുത്തരായിട്ട് ചെന്ന് വായും പൊളിച്ച് അവരവർക്കുള്ള പീസും മേടിച്ചിട്ട് ഇങ്ങ് വന്നു. ഇനി ബാക്കി വന്ന് നിൽക്കുന്നവർക്കും കേക്ക് കൊടുക്കണമല്ലോ. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ വീട്ടമ്മയുടെ സ്വഭാവം പുറത്തു വന്നത്. വീട്ടിലെ മീനും കിഴങ്ങും അരിയണ പോലെ മാക്ക് കണ്ടനം കൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത്. ലാസ്റ്റ് ആനിവേഴ്സറി സ്പെഷ്യൽ ഫുഡും കഴിച്ച് പരിപാടി എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് നൈറ്റ് റൈഡ് പോയാലോ എന്നൊരു ഐഡിയ വന്നത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഉടനെ തന്നെ നമ്മൾ 2 വണ്ടിയിൽ 2 ഫാമിലിയായിട്ട് നേരെ റൈഡിന് പോയി. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും വകവയ്ക്കാതെ നമ്മൾ ആദ്യം പോയത് വെട്ടുകാടാണ്. അവിടെ നിന്ന് കുറച്ചേരം സൊറ പറഞ്ഞിട്ട് നമ്മൾ നേരെ ശംഖുമുഖം പോയി. പാതിരാത്രി ഒരാവശ്യമില്ലാതെ നമ്മൾ കുറേ നേരം നിന്ന് കടൽ കണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഒന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. വീട്ടിൽ നിന്ന് വയറ് നിറച്ച് വന്നതുകൊണ്ട് തന്നെ എൻ്റെ നോട്ട് ഇതിനെക്കാട്ടി കൂടുതൽ പോയത് ഐസ്ക്രീമിലോട്ടാണ്. തണുപ്പത്തൊരു ഐസ്ക്രീം അത് വല്ലാത്തൊരു സൈക്കോ വികാരമാണ്. ഇതുപോലുള്ള നല്ല നല്ല ശീലങ്ങൾ എനിക്ക് മാത്രമാണ്, അത് മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരെ പോകുന്നത് അവരവരുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ മുൻകൂട്ടി ഒരു ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞിട്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.